ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് തയ്ക്കാൻ പോകുന്നത് ലെയേർഡ് ഫ്രോക്കില്ലേ, 3 ലെയറുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം എപ്പോഴും തയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആമി പറയും, എൻ്റെ മോള് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് മാത്രം എപ്പോഴും തയ്ക്കുന്നത്, എനിക്കൊന്നും തയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഞാൻ തയ്ച്ചൊരു മെറ്റീരിയൽ ഭയങ്കര പൊടിയുള്ളൊരു മെറ്റീരിയലായിരുന്നു. അത് പുറത്തുനിന്ന് വന്ന കസ്റ്റമറുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര അലർജിയൊക്കെ ആയിട്ട് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പം ഞാൻ ഈ മെറ്റീരിയൽ ഇത് കുറേ നാളായിട്ട് ഇരിക്കുന്നത് ഇവിടെ. അപ്പം എന്തോ തയ്ച്ചതിൻ്റെ ബാക്കിയായിരുന്നു. 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് അവൾക്ക് ഉടുപ്പ് സെറ്റാക്കി എടുക്കാം. അപ്പം ഇങ്ങനെ 3 ലെയറായിട്ടുള്ള ഉടുപ്പില്ലേ, അപ്പോൾ അത് കോട്ടൻ്റെ ആകുമ്പോൾ ഇപ്പോൾ ചൂട് സമയമൊക്കെ അല്ലേ. അപ്പോൾ ഇത് കോട്ടൺ ക്ലോത്താണ് കേട്ടോ, സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു കട്ട് വർക്കൊക്കെ പോയിട്ടുണ്ട്, ഒരു സ്വീക്വൻസും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ കുഴപ്പമില്ല, നല്ല തുണിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു 2 മീറ്ററേ ഉള്ളൂ, ശരിക്കും ഒരു 2.25 വേണമായിരുന്നു. എങ്കിലും ഈ 2 മീറ്റർ കൊണ്ട് നമുക്കാവുമ്പോൾ ഒപ്പിച്ചൊക്കെ തയ്ക്കാമല്ലോ, നമുക്ക് തയ്ച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രോക്കിനുണ്ടല്ലോ, നമ്മൾ ടോപ്പ് പോർഷൻ, സ്കേർട്ട് പോർഷൻ അങ്ങനെ തിരിക്കും. അതായത് ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ട് ടോപ്പ് പോർഷൻ, ഷോൾഡർ ടു നമുക്ക് എന്തോരം ടോപ്പിന് വേണോ അത്രയും ഒരു അളവും, നേരെ താഴേക്ക് ഫുൾ സ്കേർട്ട് ലെങ്ത്ത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുത്തിട്ട് ടോപ്പ് ലെങ്ത്ത് എത്രയാണോ അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ് സ്കേർട്ട് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ടോപ്പ് ലെങ്ത്ത് ഞാനിവിടെ 14 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 14 വെച്ചിട്ട് 14 അളവെടുത്തിട്ട് ലൈനിങ് അങ്ങ് മടക്കിയിട്ടിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യാൻ പോവുകയാണേ. ലൈനിങ് ഞാൻ ഇപ്പോൾ 4 മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്, അപ്പോൾ നിങ്ങൾക്ക് മുതിർന്നവർക്കും തയ്ക്കാവുന്ന ഒരു മോഡലാണിത്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടോട്ടൽ ഷോൾഡർ ടു കാലിൻ്റെ എവിടത്തോളം നിങ്ങൾക്ക് വേണം അവിടെ വരെ ലെങ്ത്ത് എടുത്തിട്ട് അതിൽ നിന്ന് ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് അത് മൈനസ് ചെയ്തിട്ട് സ്കേർട്ട് പോർഷനും എടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത്, ഈ അളവുകളൊന്നും പറയാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല അളവായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ മോളുടെ അളവ് ഞാൻ അവിടെ എടുത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി, എന്നിട്ട് അത് തന്നെ നേരെ താഴേക്ക് വെച്ചിട്ട് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ കൈക്കുഴിൻ്റെ അവിടെ തള്ളേണ്ട ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ ചുരിദാറിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് എത്രയാണോ ഷോൾഡറിൻ്റെ താഴെ അളവ് കിട്ടിയിരിക്കുന്നത് അത് +1 / 26 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ തള്ളേണ്ട അളവൊക്കെ കിട്ടുമെന്ന് ഞാൻ ചുരിദാറിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ എടുത്തിട്ട് ഞാൻ ആ തള്ളേണ്ട അളവൊക്കെ കണ്ടുപിടിച്ചിട്ട് റിഗാളിൻ്റെ അളവ് എടുക്കുമല്ലോ, അപ്പോൾ റിഗാൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ഫസ്റ്റ് ഷേപ്പ് അളവും കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ലൂസും ഇതൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ അളവെടുക്കാൻ. ഞാനിപ്പം കുട്ടികൾക്ക് നമ്മൾ ചുരിദാർ എടുക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഞാൻ ഇവൾക്ക് എടുക്കുന്നില്ല, കാരണം ആൾക്ക് ഇത്തിരി ലൂസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരു ഇത്തിരിയും കൂടി ലൂസ് ചെയ്തിട്ടാണ് അളവെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. റിഗാൾ നമ്മൾ നോട്ട് ചെയ്യണം കുട്ടികളുടെ എടുക്കുമ്പോഴേ. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിലത്തെ ഷേപ്പും പിന്നെ താഴത്തെ ഷേപ്പും, ആ ടോപ്പ് ലെങ്ത്തിൻ്റെ ഏറ്റവും എൻഡിലത്തെ ഷേപ്പും, പിന്നെ നടുക്കത്തെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വലുതായിട്ട് ഈ പ്രായക്കാർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ അധികം ഷേപ്പ് ഉണ്ടാവില്ല, എന്നാലും വേണമെങ്കിൽ എടുക്കാം. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ആ 2 അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമ്മളെല്ലാം തയ്ച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താലും മതി. അപ്പം ഞാൻ അതും അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിനുള്ള അളവും കൂടി മാർക്ക് ചെയ്ത് വെച്ചു. ഇത്രയാണ് ടോപ്പിൻ്റെ അളവ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ടോപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി, ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അതുപോലെ തന്നെ വരച്ചു. എന്നിട്ട് ഷേപ്പ് രണ്ടും വരച്ച് റിഗാളും നോക്കിയിട്ട് തയ്യൽ തുമ്പിനുള്ള അളവും കൊടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് താഴെ നിന്നുണ്ടല്ലോ ആ അറ്റത്തെ സൈഡിൽ നിന്ന് 1 ഇഞ്ച് മേളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊന്ന് കോണിച്ച് വരക്കും, അല്ലെങ്കിൽ 2 സൈഡും ഇങ്ങനെ തൂങ്ങി പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊന്ന് കോണിച്ച് ആ ഷേപ്പിലേക്ക് ഒന്ന് വരച്ചെടുക്കും കണ്ടോ. അപ്പോൾ 2 സൈഡും ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ല, അപ്പോൾ ഫ്രോക്കിനൊരു ഭംഗി കിട്ടും ടോപ്പ് തയ്ച്ച് വരുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ ആ 2 സൈഡും തയ്ച്ച് വരുമ്പോൾ തൂങ്ങിപ്പോവും, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രണ്ട് മാത്രം കട്ട് ചെയ്ത്, ഫ്രണ്ടും ബാക്കുള്ള തുണി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഫ്രണ്ട് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. ഈ ഒരു വരച്ചത് മാത്രം കട്ട് ചെയ്തെടുക്കും, താഴെയുള്ള തുണി അവിടെ തന്നെ ഇടുവാണ് ബാക്കിനുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ബാക്കിൽ
ബാക്കിൽ സിബ് കൊടുക്കണം. അപ്പോൾ സിബിനുള്ള സ്പേസ് കൂടി നമ്മൾ ഇടണം. അത് ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്തെടുക്കുവാണേ. താഴത്തെ തുണി മടക്കിയിട്ടത് അവിടെ തന്നെയുണ്ട്. ഞാൻ അത് വരച്ചിട്ടുമില്ല, കട്ട് ചെയ്തിട്ടുമില്ല. മേളത്തത് ഞാൻ വരച്ചത് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, ബാക്കിലുള്ള ബാക്ക് പീസിനുള്ള തുണി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സിബ് വേണം ബാക്കിൽ. അപ്പോൾ അവിടെ നിന്ന് 1/4 ഇഞ്ച് തള്ളിയിട്ടാണ് ആ ഷോൾഡറിൻ്റെ ഈ അറ്റ ഭാഗത്തു നിന്ന് 1/4 ഇഞ്ച് ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ രണ്ട് മടക്കായിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അരയിഞ്ച് കിട്ടും. കാരണം നമുക്ക് ഇൻവിസിബിൾ സിബ് അവിടെ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് 1/4 ഇഞ്ച് അവിടെ അകത്തേക്ക് പോകും. അപ്പോൾ ആ തുണി വിട്ടിട്ടാണ് ബാക്കി അപ്പുറത്തേക്ക് ഇട്ട് ഞാൻ ആ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കവിടെ സിബ് തയ്ക്കാനുള്ള വശമാണ് ഈ മാർക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എടുക്കാം കേട്ടോ. അതെടുത്തിട്ട് അവിടെ ആ ഭാഗം വിട്ടിട്ട് ബാക്കി അപ്പുറത്തേക്ക് തുണി വെച്ചിട്ട് വേണം ഇനി ഇതും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ സിപ്പ് തയ്ക്കാനുള്ള ഭാഗം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒറ്റ അളവിലെടുത്തെന്നാൽ സിപ്പ് തയ്ച്ച് വരുമ്പോഴത്തേക്കും ബാക്കിൽ അത്രയും തുണി അകത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഉടുപ്പ് ടൈറ്റായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ സിബിനുള്ള തുണി നമ്മളിങ്ങനെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായി. എന്നിട്ട് ആ ബാക്ക് പീസും കൂടി നമ്മൾ അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉടുപ്പിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾക്ക് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ആ ഫ്രണ്ടിലൊന്ന് കൈക്കുഴി കുറച്ചൊന്ന് കുഴിച്ചങ്ങ് വെട്ടി കൊടുക്കുവാണേ. കുറച്ചൊന്ന് കൈക്കുഴി ഒന്ന് ഫ്രണ്ട് പീസിൽ വെട്ടിക്കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പ് പോർഷൻ. ഇനി നമ്മൾ നെക്കെല്ലാം ചെയ്യുന്നത് സ്റ്റിഫിലാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നമ്മളിതുപോലെ ഒന്ന് ഒരു നോച്ചിട്ട് കൊടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ലൈനിങ് ആണെങ്കിൽ എൻ്റെ കയ്യിലാകെ 2 മീറ്റർ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഒട്ടും തന്നെ തുണി വേസ്റ്റ് ആക്കാതെ വേണം എടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള ആ വശത്തുനിന്ന് ഞാൻ ഇനി നമ്മൾക്ക് കൈ വെട്ടിയെടുക്കണം. അപ്പോൾ കണ്ടോ, പിന്നെ സ്കേർട്ട് പോർഷനുള്ള ലൈനിങ്ങും വേണം. അപ്പോൾ ആ ഇത്തിരി വശം അതൊന്നും കളയുന്നില്ല കേട്ടോ. അതിൽ നിന്ന് അപ്പോൾ ഞാൻ സ്കേർട്ട് പോർഷനുള്ള ലൈനിങ് അങ്ങ് മാറ്റി അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് പോർഷൻ കിട്ടി. ഇനി സ്ലീവിനും കിട്ടണം, കൈക്കും കിട്ടണം. അപ്പം ഞാൻ ആ സ്കേർട്ട് പോർഷൻ എത്രയും ഇതിലുള്ള മതി സ്കേർട്ടിനിടാനായിട്ട് അകത്ത്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് അത് അത് ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ടോപ്പിന് ഇനി നമുക്കിനി സ്ലീവിൻ്റെ ഭാഗം കൂടി നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ അതൊക്കെ ഈ കട്ട് പീസിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൈക്ക് ചെറിയൊരു പഫാണ് കേട്ടോ. ചെറിയൊരു പഫും അത്യാവശ്യം കുറച്ച് ലെങ്ത്തുള്ള സ്ലീവാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ലെങ്ത്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവളുടെ ലെങ്ത്ത് എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്തു. സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ പഫിനുള്ളതല്ല, നമ്മളിപ്പോൾ സാധാരണ നോർമൽ സ്ലീവിനുള്ള കട്ട് ചെയ്തിട്ട് പഫിനുള്ള ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് 3 ഇഞ്ച് അവിടെ നിന്ന് അറ്റത്തുനിന്ന് തള്ളിയിട്ട് കൈയിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. അപ്പോൾ താഴത്തെ ഭാഗം അളവെടുക്കണം. അപ്പോൾ അളവ് എത്രയാണ് താഴത്തെ കൈവണ്ണം, നമുക്ക് ആ എൻഡിൽ വരുന്ന കൈവണ്ണം നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെയും അളവ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. എത്രയാണോ നമുക്ക് ചുറ്റി കിട്ടുന്നത് അത് /2 കിട്ടുമ്പോൾ അവിടെ കിട്ടും. എന്നിട്ട് ആ കൈയിൻ്റെ ഷേപ്പ് വരക്കാനേ നമ്മുടെ ഈ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ആ ഒരു ഷേപ്പ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ കൈയിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതൊക്കെ അറിയാത്തവർ ഈ സ്കെയിലൊക്കെ ഉപയോഗിച്ചെന്ന് നമുക്ക് ആ കറക്റ്റായിട്ടൊക്കെ തന്നെ ആ ഷേപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളവിടെ റിഗാളിൻ്റെ അളവ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, റിഗാൾ എടുത്തിട്ട് അവിടെ നിന്ന് ആ താഴത്തെ അളവിലേക്ക് കൂടി വരച്ചിട്ട് അവിടെ നിന്നുള്ള തയ്യൽ തുമ്പും കൊടുത്തിട്ട് നമ്മൾ കൈ അങ്ങ് വെട്ടണം. പക്ഷേ കൈ വെട്ടണമെന്ന് ഒരു കാര്യമുണ്ട്, ഇതിൽ ചെറിയ പഫ് വരുമെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ നോർമൽ സ്ലീവ്, അതിപ്പോൾ ഞാൻ ഒരു 6 ലെങ്ത്താണ് വേണ്ടെങ്കിൽ 6 ലെങ്ത്താണ് ഇപ്പം നീളം എടുത്തിട്ട് നമ്മൾ വെട്ടിയേക്കുന്നത്. പക്ഷേ ഇനി വെട്ടരുത്, നമുക്കവിടെ ചെറിയ പഫ് വേണമെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ സെപ്പറേറ്റ് പഫിനുള്ളത് കൊടുക്കുന്നത് കേട്ടോ. മുകളിലേക്കാണ് കൊടുക്കുന്നത്. മുകളിലേക്ക് ഇപ്പോൾ മോൾക്കായതുകൊണ്ട് ഞാൻ ഒരു 2.5 ഇഞ്ചാണ് മുകളിലേക്ക് എടുക്കുന്നത്. നല്ല പഫായിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ 3-3.5 ഇഞ്ചൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ പഫായതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ച് വരച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ഇതെങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് പഫ് സ്ലീവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ നീണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ പഫിട്ട് ചുരുക്കിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ചെറിയൊരു ലൈനിങ് പീസിൽ നിന്ന് നമ്മൾ കൈക്കുള്ള തുണിയും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട് ഉണ്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തുണിയൊന്നും നമുക്ക് വേസ്റ്റായി പോകുന്നില്ല കേട്ടോ. 2 മീറ്ററേ ഉള്ളൂ ആകെ തുണി. ലൈനിങ്ങും 2 ഉള്ളൂ, നല്ല തുണിയും 2 ഉള്ളൂ. പിന്നെ ഇത് നല്ല തുണിയിലേക്ക് ഇപ്പം ഞാൻ വെട്ടിയ ടോപ്പ് പോർഷനും
സ്ലീവൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ചെറിയൊരു സ്വീക്വൻസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതേ അതാണേ. തയ്ച്ച് വന്നപ്പോൾ നല്ലതായിരുന്നു കേട്ടോ ഉടുപ്പ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ തുണി കുറച്ചുള്ളത് കൊണ്ടിട്ടേ നമുക്ക് മാക്സിമം എന്തോരം ഇതിലെടുക്കും, ഒട്ടും വേസ്റ്റ് ആക്കാതെ നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമേ ഇതിലിങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തുണിക്കൊക്കെ ഇപ്പം നല്ല വിലയൊക്കെ അല്ലേ, അപ്പം നമ്മളും ഈ കുറച്ച് തുണിയിലൊക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ നമ്മളും പഠിക്കണം. അതപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തയ്ച്ച് വരുമ്പോൾ നമുക്കതിങ്ങനെ പരിചയമായി വരും, എങ്ങനെ കുറവ് തുണിയിലൊക്കെ ഇട്ട് കട്ട് ചെയ്യാമെന്ന്. ഇപ്പം ഞാനിങ്ങനെ മടക്കിയിട്ട് നേരെ താഴേക്ക് മടക്കില്ല, ഇനി ലൈനിങ് ഞാൻ നേരെ താഴേക്കാണ് മടക്കിയത്. ഇതിപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ കണ്ടോ അപ്പുറത്തേക്ക് മടക്കി 4 ആക്കി എടുത്തു. നമുക്കങ്ങനെ കിട്ടിയാൽ മതിയല്ലോ നീളം തന്നെ, കാരണം ആ അളവിൽ ലൈനിങ് വെച്ച് പോകുമ്പോൾ അത്രയും തുണിയേ എനിക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരെ താഴേക്ക് മടക്കുമ്പോൾ അത്രയും തുണിയും കൂടി എനിക്ക് വേസ്റ്റും പോവും, പിന്നെ കട്ട് പീസ് സൈഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള തുണി അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിനി ഒരു പീസ് അങ്ങ് വെച്ചിട്ട്, അപ്പോൾ ബാക്ക് പീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, കാരണം നമ്മൾ സിബിനും കൂടിയുള്ള തുണി ഇട്ട് കൊടുക്കുമ്പോൾ അത്രയും തുണിയും കൂടി നീണ്ട് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് ചുറ്റിനും അടിച്ചിട്ട് ബാക്കിയുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ തന്നെ ആ തുണി അങ്ങ് നല്ല തുണി കട്ട് ചെയ്തെടുക്കുവാണേ. കണ്ടോ, ആ ഷേപ്പിൽ തന്നെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടോപ്പ് പോർഷൻ കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൈ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയും കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ കൈക്കുള്ള തുണിയും കിട്ടും. അപ്പോൾ ഫ്രണ്ടിലൊന്നും ജോയിൻറ്റ് പീസ് ഇതൊന്നും വന്നിട്ടില്ല, തുണി കുറവായതുകൊണ്ടാണ് കേട്ടോ ഈ നോക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് സ്കേർട്ട് പോർഷനും കിട്ടണം, ബാക്കിയുള്ള തുണിയിൽ നിന്ന് സ്കേർട്ട് പോർഷനും കിട്ടണം, കൈക്കുള്ള തുണിയും കിട്ടണം. അപ്പം ഞാൻ കൈക്കും അതുപോലെ തന്നെ 4 ആക്കി മടക്കിയിട്ടിട്ട് ആവശ്യത്തിന് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. സൈഡ് ഒരു പീസ് പോലും നമ്മൾ വേസ്റ്റ് ആക്കരുതേ, കുറച്ച് തുണി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് കൈ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അത് വെച്ചിട്ട് അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. കണ്ടോ, നമ്മൾ ലൈനിങ് ആണ് എപ്പോഴും കറക്റ്റ് ചെയ്ത് വെട്ടേണ്ടത് കേട്ടോ. ഇതിലിങ്ങനെ ഒരു കട്ട് വർക്ക് പോയേക്കണോണ്ടേ കട്ട് ചെയ്യുമ്പോഴത്തേക്കും സിസേഴ്സ് അതിലുടക്കും, അതാ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലീവും നമ്മൾ അതേ രീതി ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ നല്ല തുണിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ ഒരു ചെറിയ പടിയുണ്ട് കേട്ടോ, അതാ ചെറിയൊരു പടി പോലെ ഒരു ഇഞ്ച് വീതിയിൽ, 1 ആണോ 1.5 ആണോ എന്ന് ഞാൻ ഓർക്കും, 1 ഇഞ്ചാണെന്ന് തോന്നുന്നു വീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പടിക്കുള്ള തുണിയും കൂടി ഞാൻ ഇതിൽ നിന്ന് വെട്ടിയെടുക്കുവാണേ. നമുക്ക് ഒട്ടും തുണി കളയാനില്ല. അപ്പോൾ ഈ ചെറിയ വെട്ടുകഷ്ണം പോലും നമ്മൾ കളയത് സൈഡിൽ നിന്നൊക്കെ വേണം നമ്മൾ എടുക്കാൻ, കാരണം ഇതിൽ നിന്ന് ഇനി സ്കേർട്ട് പോർഷൻ ഉള്ളതും കൂടി കിട്ടേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ നോക്കി കട്ട് ചെയ്യണം കേട്ടോ, തുണിയൊക്കെ കുറവുള്ളപ്പോൾ. നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് വെച്ചൊക്കെ നോക്കണം, എവിടെ കൊടുത്താൽ എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളതൊരു ഐഡിയ ഉണ്ടാവുമല്ലോ നമുക്ക്. എന്നിട്ട് ഞാൻ ആ കൈയുടെ താഴത്തെ ചെറിയൊരു പടി പോലെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള തുണിയും കൂടി ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി നമുക്ക് സ്കേർട്ടിന് വെക്കാമല്ലോ. കണ്ടോ, കൈൻ്റെ താഴെ ഭാഗത്ത്. അപ്പോൾ ആ അളവെടുത്തിട്ട് ആ പടിക്കുള്ള വീതി ഞാനൊന്ന് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 2.5 ഇഞ്ച് വീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ പോയി വരുമ്പോൾ നമുക്കവിടെ ഒരു 1.5 ഇഞ്ചൊക്കെ ആയിട്ട് കിട്ടും ആ പടി. ഉണ്ടോ, അപ്പം ഇതിനൊക്കെ ഓരോരുത്തർക്കും എന്തോരം വീതി വേണമെന്നൊക്കെ വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ പടിക്കുള്ളത് കണ്ടോ, അതിങ്ങനെ താഴെ ഭാഗത്ത് ഇങ്ങനെ ആ പടി പോലെ വരും. അപ്പോൾ അതും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടോപ്പും സ്ലീവ് പോർഷനും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് ഇത്രയും തുണിയാണ്, ഇതിൽ നിന്ന് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആ തുണിയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കൊരു 3 ലെയറാണ് വേണ്ടത്. അപ്പം ഞാൻ ബാക്കിയുള്ള തുണിയൊക്കെ
അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ സ്കേർട്ട് പോർഷന് ടോട്ടൽ എത്ര വേണം എന്ന് നോക്കുക. അതായത് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ടോപ്പ് കഴിച്ചിട്ട് ബാക്കി ഇപ്പോൾ ഒരു എനിക്ക് വേണ്ടത് 22 ആണെങ്കിൽ ഞാൻ ആ 22 അളവ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഓരോ പീസ്, അതായത് തയ്യൽ തുമ്പും വേണം മടക്കിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പം ഓരോ പീസിൽ ഞാൻ 10 അപ്പം 30ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടിച്ചൊക്കെ വരുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 10 വെച്ചിട്ടാണ് ഞാൻ ഓരോ പീസും താഴേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആ തുണി ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുവാണ് കേട്ടോ, കട്ട് ചെയ്ത ഭാഗമൊക്കെ. എന്നിട്ട് ഞാൻ ഓരോ ലെയറിനും 10 നീളമാണ് ഇടുന്നത് കേട്ടോ. വീതി എന്ന് പറയുന്നത് നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ അതിനേലും ഒരു 10 ഇഞ്ച് വലിയ ചുരുക്കിട്ട് തിക്കായിട്ട് ചുരുക്കിടുന്നില്ല കേട്ടോ. കാരണം ഇതിൽ ഈ കട്ട് വർക്കും പിന്നെ സീക്വൻസൊക്കെ പോയേക്കുന്നുണ്ട്. തിക്കായിട്ട് ഇട്ടാൽ അത്ര ഭംഗിയായിട്ട് കിടക്കില്ല ഇത്. അപ്പോൾ കുറച്ച് അധികം തിക്കായ പിന്നെ അവിടെ കനവും കൂടി പോകും സ്കേർട്ട് പോർഷന്. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണിത്. അപ്പോൾ നമുക്ക് അധികം തിക്കായിട്ട് വേണ്ട, ഉള്ള തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുവാണ് ഞാൻ. അപ്പോൾ ഞാനതിൽ എന്തോരം അളവൊക്കെ വേണമെന്ന് നോക്കിയിട്ട് ഞാനൊരു 10 ഇഞ്ച് നീളം വെച്ചിട്ട് ഓരോ പീസും ഓരോ ലെയറും കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് തുണി ഇത്തിരി കുറവായത് കൊണ്ടിട്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് മേളത്തെ ആ ഒരു പീസ് ഇപ്പോൾ 2 മടക്കാക്കിയാണ് ഞാൻ തുണി ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൃത്യം 2ആയിട്ട് തന്നെ കിട്ടുകയുള്ളേ. മേളിലും താഴെയും വെക്കണം, അതായത് ഫ്രണ്ടും ബാക്കും വെക്കാനുള്ള പീസ് ഞാൻ 10 മാർക്ക് ചെയ്തിട്ട് അതേ അളവിൽ കണ്ടോ. ഇപ്പോൾ 2ആക്കിയാണല്ലോ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കവിടെ 2 തുണി കിട്ടും കേട്ടോ. പത്ത് നീളത്തിൽ ഞാൻ ആ ഒരു ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കുവാണ്. പക്ഷേ ഇതിന് എനിക്കിപ്പോൾ ചുരുക്കിടാനുള്ള തുണി കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ അത് അവിടെ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ജോയിൻറ്റ് പീസ് വെച്ച് കൊടുക്കണം. അതായത് ഇങ്ങനെ തുണി മടക്കി ഇടുമ്പോൾ കണ്ടോ, കൃത്യം മടക്കുമ്പോൾ ഉള്ള അകലേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ഫ്ലെയറിനുള്ള തുണി എനിക്കവിടെ ഇല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനിപ്പോൾ ഈ ഭാഗം വെട്ടി മാറ്റുവാണ്. കാരണം അവിടെ ഒരു തുണിയൊക്കെ പോയേക്കുന്നത് കൊണ്ടിട്ടേ നമുക്ക് അവിടെ അത് തികയില്ല. അപ്പോൾ അതവിടെ ഒരു ജോയിൻറ്റ് പീസ് വെച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ ഇത്രയും പീസ് നമ്മൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ, ഫ്രണ്ടും ബാക്കും. അപ്പോൾ അതൊന്ന് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിനുള്ളതും ബാക്കിനുള്ളതുമായി. പക്ഷേ ചുരുക്കിനുള്ള തുണി എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ 4 വശത്തും, അതായത് ഫ്രണ്ടിലും ബാക്കിലും 2 വശത്തായിട്ട് ഞാൻ ഓരോ ജോയിൻറ്റ് പീസ് കൊടുത്ത് ചുരുക്കിനുള്ള തുണി ഇട്ട് കൊടുക്കും. ഇതുപോലെ തന്നെ ഞാനിനി അടുത്ത തുണി എടുത്തിട്ട് അടുത്ത തുണി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് നേരെ 10 ഇഞ്ച് എടുത്തിട്ട് അത് ഡബിൾ ലെയർ ആക്കും കേട്ടോ. നേരെ താഴേക്കും കൂടി ഒന്ന് മടക്കും. അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും നല്ല ഫ്ലെയർ ഇട്ട് കിട്ടും കേട്ടോ. അവിടെ കണ്ടോ, നിങ്ങളുടെ കയ്യിൽ തുണി ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പീസൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെനിക്ക് തുണി തികയാന്ന് വന്നതുകൊണ്ടാണ്. ഇപ്പോൾ രണ്ടാമത്തേത് ഞാൻ ഒന്നുകൂടി മടക്കി എടുക്കുമ്പോൾ എനിക്ക് ഫ്രണ്ടും ബാക്കും ഫ്ലെയർ ഇടാനുള്ള ആവശ്യത്തിനുള്ള തുണി കിട്ടുന്നത് കണ്ടോ, നേരെ താഴേക്ക് മടക്കി. പക്ഷേ ആദ്യത്തേന് ഞാൻ അങ്ങനെ മടക്കിയില്ല, നേരെ 2 ലെയർ എടുത്തുള്ളൂ. ഇതിപ്പോൾ 4 ലെയറിൽ എടുക്കും. അപ്പോൾ എനിക്ക് അത്യാവശ്യം അവിടെ ഫ്ലെയർ ഇടാനുള്ള തുണി അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഓരോ ലെയറിനുള്ള അളവും 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് നീളം. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ലെയറും ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്തെടുത്തു. അത്രയും വെച്ച് നിർത്തുന്നത് എന്താണോ, അത് 4 മടക്കൊക്കെയല്ലേ ഇട്ടത്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഇത് കിട്ടും, ചുരുക്ക് കിട്ടും. ഇതിനേലും ഇരട്ടി തുണി വരും. അത് കണ്ടോ, ഇത് മടക്കുമ്പോൾ അത്രേ വരുള്ളൂ. പക്ഷെ അതിൽ അധികം വരും കണ്ടോ, അത്രയും ഇത് ഫ്ലെയറിന് പോവും. അപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള തുണിയിൽ നിന്ന് മൂന്നാമത്തെ ലെയറും ഒന്ന് വെട്ടിയെടുക്കണം. ഈ കട്ട് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടുകളില്ല കേട്ടോ.
പെട്ടെന്ന് തയ്ച്ചെടുക്കാവേ. പക്ഷെ തയ്ച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഉടുപ്പുമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല കുട്ടികൾക്കൊക്കെ നന്നായി, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഈ ഉടുപ്പ് ഇടാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലൊരു മോഡലാണ് കേട്ടോ ഇത്. വീണ്ടും 4 മടക്കിയിട്ടിട്ട് ഞാൻ ആ 3rd ലെയർ ആ 10 ഇഞ്ച് നീളത്തിൽ തന്നെ അടുത്തൊരിതും കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ലെയറും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തത്. 10 ഇഞ്ച് അളവിൽ തന്നെയാണ് എല്ലാ ലെയറും എടുത്തിരിക്കുന്നത്. അടോ ഇത് ഇപ്പോൾ 4 മടക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടോ ഇനി തുണിയില്ല, കൃത്യം തുണിയായിരുന്നു. ഇനി ആ ഫസ്റ്റ് ലെയറിൽ 2 ജോയിൻറ്റ് പീസ് കൊടുക്കാനുള്ള തുണിയേ എനിക്ക് ബാക്കിയുള്ളൂ. വേറെ ഒന്നും തന്നെ ഇല്ല. കുറച്ചുകൂടി തുണി വേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ലെയറിൽ ജോയിൻറ്റ് പീസൊന്നും കൊടുക്കേണ്ടി വരില്ലായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയേനെ. ഇപ്പം നമ്മൾ 3ാമത്തെ ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ഉടുപ്പാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വലിയവർക്കാണെങ്കിലും ഇടാമല്ലോ ഇത്. അങ്ങനെ നമ്മൾ 3 ലെയറും കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയറിന് നമുക്ക് ചുരുക്കിനുള്ള തുണി കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊരു ജോയിൻറ്റ് പീസ് വെച്ച് കൊടുക്കണം. അത് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോ ലെയറും നമ്മൾ സെറ്റാക്കി ഒന്ന് നോക്കിയൊക്കെ വെക്കുക കേട്ടോ. ഉണ്ടോ, ഫസ്റ്റ് ലെയറിന് എനിക്ക് കൃത്യം തുണിയേ ഉള്ളൂ അവിടെ. അപ്പോൾ ചുരുക്കിടാനുള്ള തുണിയില്ല. അപ്പോൾ ആ തുണി ഞാൻ ജോയിൻറ്റ് പീസ്, അതിന് വേണ്ടത് കുറച്ച് ബാക്കി തുണി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ ജോയിൻറ്റ് പീസ് കൊടുക്കാനുള്ള തുണി ഞാൻ വെട്ടിയെടുക്കാൻ പോവുകയാണേ. കണ്ടോ, അത്രയും തുണിയേ ഉള്ളൂ. അത് 4 മടക്കി ഇട്ടിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ. പക്ഷെ 4 മടക്കാൻ ഉണ്ടായിരുന്നില്ല, 2 ലെയറേ ഉണ്ടായിരുന്നുള്ളൂ അത്. അപ്പം ഞാൻ ഈ സൈഡ് കുറച്ച് തുണി കട്ട് പീസ് സൈഡിൽ നിന്നൊക്കെ കിട്ടിയത് എടുത്തിട്ട് ഒരു 4 ജോയിൻറ്റ് പീസ് എടുത്തിട്ട് അതിൻ്റെ 2 വശങ്ങളിലും ഫ്രണ്ടിലും 2 അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലും 2 വെച്ച് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം ചുരുക്കിനുള്ള തുണി അവിടെ ചുരുക്കി കൊടുക്കാനുള്ള തുണി കിട്ടും കേട്ടോ. പിന്നെ ഇതൊരു ചുരുക്കിടണതായത് കൊണ്ടിട്ട് അവിടെ ജോയിൻറ്റ് പീസ് വരുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ല. ചുരുക്കിങ്ങനെ കിടക്കുമ്പോഴേ അറിയാനും പറ്റില്ല. അപ്പോൾ അവിടെ ജോയിൻറ്റ് പീസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ ഇങ്ങനെ നമുക്ക് ബാക്കല്ല ലെങ്ത്ത് കിട്ടിയില്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ബാക്കിലൊരു ജോയിൻറ്റ് പീസ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ സെൻറ്റർ നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്തപ്പോഴേ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കട്ട് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് ബാക്കിൽ പോകും, പിന്നെ നെക്ക് പോർഷൻ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ കട്ടായും പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ തുണിയിലൊരു ഡിസൈൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. തുണിയിലൊരു ലൈനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൻ്റെ അളവിൽ തന്നെ. ഇപ്പോൾ എനിക്ക് തുണി ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ സെൻറ്ററൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നെക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ അത്രയും ഭാഗം സെൻറ്ററൊക്കെ മറഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ 3 ലെയറും കട്ട് ചെയ്ത് ജോയിൻറ്റ് പീസൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സാധനമാണ് സ്റ്റിഫ്. എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഇതൊന്നും അറിയാൻ പാടില്ല എങ്ങനെയൊക്കെയാണെന്ന്. ഇതാണ് സ്റ്റിഫ് പേപ്പറാണിത്. നെക്ക് ബ്ലൗസിനും ചുരിദാറിനൊക്കെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇത്. നമുക്ക് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഫാൻസി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഒരു പേപ്പർ എന്ന് വെച്ചാൽ ഈ പേപ്പറിന് 2 സൈഡുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ അയൺ ചെയ്ത് വെക്കുന്ന കുറച്ച് സ്മൂത്തായിട്ടുള്ള വശം, ഒന്ന് പരുവരിപ്പുള്ള വശം. അപ്പോൾ സ്മൂത്തായിട്ടുള്ള അയൺ ചെയ്യേണ്ട ഒട്ടിക്കേണ്ട ഒരു വശമുണ്ട്. അപ്പം ഇത് അതിലേക്ക് തുണിയിലേക്ക് അയൺ ചെയ്ത് കൊടുത്താൽ ഈ സ്റ്റിഫ് പേപ്പർ അവിടെ ഒട്ടിയിരുന്നോളും. അപ്പം നമ്മൾ നെക്കൊക്കെ ഇതിൽ വരച്ചെടുക്കുക. നമുക്ക് തുണിയിൽ വരക്കുന്നതിലും എളുപ്പം നമുക്ക് ഈ ഒരു കട്ടിയുള്ളൊരു പേപ്പറിൽ ഇങ്ങനെ വരച്ചെടുത്തുന്നാൽ വൃത്തിയായിട്ട് കിട്ടുമല്ലോ. അതാണ് ഇതിലിങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മൾ തുണിയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് തയ്ക്കുന്നത് കേട്ടോ. അപ്പം നെക്കൊക്കെ ഞാൻ തേച്ച് പിടിപ്പിക്കാറില്ല. നമ്മൾ ചുറ്റിനും തയ്ക്കുന്നതുകൊണ്ട് അത് അവിടെ പതിഞ്ഞിരുന്നോളും. പിന്നെ നമ്മൾ അവസാനം തയ്ച്ചൊക്കെ കഴിയുമ്പോൾ തേക്കുമ്പോൾ അത് അവിടെ അമർന്നിരുന്നോളും. തേച്ച് പിടിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഇപ്പം ഇതിൽ ഞാൻ കൈക്കുള്ള പടി കൊടുക്കുമ്പോൾ അതിലൊരു സ്റ്റിഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിഫിൽ നെക്കൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പടിക്കുള്ള പീസെന്ന് പറഞ്ഞില്ല, അത് ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ആ തുണിയിലോട്ട്
കാരണം അവിടെ ചിലപ്പോൾ അടിപ്പൊക്കെ വന്നാലേ, അത് ഞാൻ അടിച്ചു കൊടുത്തില്ല, തേച്ചാണ് പിടിപ്പിച്ചത്. അപ്പോൾ ഈ പേപ്പർ ഷോപ്പുകളിലൊക്കെ കിട്ടും, അറിയാത്തവരൊക്കെ മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ. നല്ല വൃത്തിയായിട്ടൊക്കെ നെക്കൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ അത് തയ്ക്കാൻ പോവുകയാണ്. തയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ആ 2 നെക്കും ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഞാൻ തയ്ച്ചപ്പോഴേ സ്റ്റിച്ചിൽ എന്തോ ഒരു ട്രബിൾ വന്നിട്ടോ, അതാണ് ആദ്യം ഒന്ന് ശരിയായില്ല. ഇപ്പോൾ കറക്റ്റ്. എന്നിട്ട് ഫ്രണ്ടും ബാക്കും നെക്ക് ഞാനൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകുന്നത് നേരത്തെ ഇതിന് മുമ്പത്തെ പറഞ്ഞു തന്ന വീഡിയോയിലൊക്കെ നെക്ക് തയ്ക്കേണ്ട വിധമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർ, ഇപ്പോൾ ഞാൻ ചുരിദാർ തയ്ക്കുന്ന വീഡിയോയിലൊക്കെ നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ, അറിയാത്തവരൊക്കെ. അപ്പം ഞാനിനി നമ്മുടെ ഒരു ടോപ്പ് പോർഷൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അകവും പുറവും നോക്കണം. സീക്വൻസുള്ള വശം നല്ല തുണി പുറത്ത് വരണം കേട്ടോ. അകത്തേക്ക് ഈ ലൈനിങ് പതിപ്പിച്ച് അടിക്കാൻ പോവുകയാണ്. ചുറ്റിനും അങ്ങ് പതിപ്പിച്ചടിക്കുക ഉണ്ടോ. എന്നിട്ട് ബാക്കിയുള്ള വശം നമ്മൾ ചുരിദാറിലൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെക്ക് നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല വശത്തേക്ക് തുണി വെച്ചിട്ട് അത് മുറിച്ച് നമ്മൾ നെക്ക് അതിൽ തന്നെ ചെയ്തെടുത്തു. അപ്പോൾ ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തത് ഉണ്ടോ. നെക്ക് ചെയ്തെടുത്ത് ഇനിയിപ്പം നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗവും കൂടി എടുത്ത്, ഫ്രണ്ടോ ബാക്കാണോ എന്ന് ഞാൻ തയ്ച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത ഭാഗം എടുത്ത് അതുപോലെ തന്നെ 4 വശവും അടിച്ച് പതിപ്പിച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ള തുണിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിലേക്ക് നെക്ക് കൊടുത്തു. അപ്പോൾ 2 ടോപ്പ് പോർഷൻ്റെ നെക്ക് കഴിഞ്ഞു. ഇനി സ്ലീവാണ്. സ്ലീവിനും നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് തുണി നല്ല തുണിയിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ച് പതിപ്പിച്ച് വെക്കുക ചുറ്റിനും. അതൊക്കെ അടിച്ച് ഉണ്ടോ. എന്നിട്ട് ബാക്കിയുള്ള നല്ല തുണിയൊക്കെ കട്ട് ചെയ്ത് കളയുക. ലൈനിങ് ആണല്ലോ കറക്റ്റ് അളവ്. അപ്പോൾ ലൈനിങ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെൻറ്റർ ഒന്ന് നോട്ട് ചെയ്തിട്ട് കൈ ഒന്ന് ഫ്രണ്ട് കുഴിച്ച് വെട്ടുവാണ് കേട്ടോ. എന്നിട്ട് ആ ഭാഗവും കൂടി ഞാനൊന്ന് അടിച്ചു കൊടുത്ത്, എന്നിട്ട് നമ്മൾ ആ സ്റ്റിഫ് പതിപ്പിച്ച തുണിയില്ലേ അത് അതിലേക്ക് പടി പോലെ അടിച്ച് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഉണ്ട്. അപ്പോൾ അതതിൻ്റെ നല്ല കൈയിൻ്റെ നല്ല തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ പടി അകത്തേക്ക് നമ്മൾ മറിച്ച് പതിച്ചടിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു പടി പോലെ അവിടെ വരും. അതായത് നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ആ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അകത്തേക്ക് മടങ്ങി പോകുമ്പോൾ കറക്റ്റായിട്ട് അവിടെ വന്നോളൂ കേട്ടോ. കണ്ടോ, അങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് അത് മടക്കി ഒന്നുകൂടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ പടി പോലെ അവിടെ കിട്ടുവേ. അങ്ങനെ നമ്മൾ 2 കൈയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ആ ടോപ്പിൻ്റെ ലെയറുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ കൂട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സിബ് ചെയ്തിട്ടില്ല. സിബ് ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലെയർ നമ്മളൊന്ന് അതിലേക്ക് ടോപ്പിലേക്ക് അടിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സിബ് ചെയ്യാൻ. അതുകൊണ്ടാണ് അതിപ്പം ഞാൻ കാണിക്കാത്തത്. സിബ് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ആ ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ 2 സൈഡും ജോയിൻറ്റ് പീസ് ബാക്കും ഫ്രണ്ടും വെട്ടിയെടുത്തായിരുന്നല്ലോ, അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ 2 വശത്തേക്കും. ആ ജോയിൻറ്റ് പീസ് നല്ല ചുരുക്കിടാനുള്ള തികയത്തുള്ളതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞാനത് ഒന്ന് അരയിഞ്ച് അകത്തേക്കിട്ട് ഒന്ന് മടക്കി 2 മടക്ക് മടക്കുന്നുണ്ട് കേട്ടോ, എടുക്കുവാണേ. 2ലും അതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ടോ. ഒരു സൈഡ് കേട്ടോ, ഒരു സൈഡ് മടക്കിയിട്ടില്ല, ഒരു സൈഡേ മടക്കിയിട്ടുള്ളൂ. കണ്ടോ, രണ്ടാമത്തെ വശത്തും അതുപോലെ തന്നെ ഒന്ന് മടക്കി അറ്റം വരെ ഒന്ന് അടിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഈ മടക്കുന്ന അളവൊക്കെ എല്ലാ ലെയറിലും ഒരുപോലെ തന്നെ വരണം കേട്ടോ, എന്നാലും തയ്ച്ച് വരുമ്പോൾ ഉടുപ്പിന് ഭംഗി ഉണ്ടാവുള്ളേ. എന്നിട്ട് നമ്മൾ ആ ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ച തുണിയുണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിലൊന്ന് ചെറിയ ചുരുക്കിടണം കേട്ടോ. ചുരുക്കിട്ടിട്ട്
ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ മുകൾ വശത്തേക്കാണ് കേട്ടോ അത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിനാണ് ഞാൻ ആ ഭാഗം അടിച്ചെടുത്തത്. ഒരു വശം അടിച്ചെടുത്തില്ല, അടിച്ച ഭാഗമാണ്. അപ്പോൾ ചുരുക്കിടുമ്പോൾ ഒരു ഫ്രില്ല് പോലെ അതവിടെ വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനേ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ എന്തോരം ചുരുക്കൊന്ന് കിട്ടുമെന്ന് നോക്കിയതാണ് കേട്ടോ. നമുക്കൊരു ഉദ്ദേശം കിട്ടിയെന്ന ആ അളവിൽ നമുക്ക് ചുരുക്കിട്ട് പോയാൽ മതിയല്ലോ. ഇത് നൂലിട്ട് വലിച്ചെടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലിട്ട് വലിച്ചിട്ട് ചുരുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. പക്ഷേ അങ്ങനെ എടുക്കാത്തതെന്ന് വെച്ചാൽ ഈ തുണിയിലൊരു കട്ട് വർക്കും സീക്വൻസും പോയേക്കണോണ്ട് ഞാൻ നൂലിട്ട് വലിച്ചാൽ ആ ഭാഗം കട്ടായി പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്ക് ഇട്ട് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മുകളിൽ തന്നെയാണ് അടി കൊടുക്കുന്നത് കേട്ടോ, മറിച്ചിട്ടല്ല അടിക്കുന്നത്. കാരണം എനിക്ക് ആ ഭാഗം ഒരു ഫ്രില്ല് പോലെ ഞാൻ അടിച്ച വശം കിട്ടാനായിട്ട് അത് പുറത്തിട്ട് തന്നെയാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തേക്ക് വെച്ച് തന്നെ ഞാനത് അടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ ഇപ്പോൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ ലെയർ വെച്ചിട്ട് സിബ് അടിക്കാമെന്ന് വെച്ചാൽ എന്താണെന്നോ, അപ്പോൾ നമുക്ക് അറ്റം വരെ സിബ് കിട്ടും. കുട്ടികൾക്കൊക്കെ അറ്റം വരെ തുറന്നിരുന്നാലേ അവർക്ക് ഉടുപ്പിടാനും എടുക്കാനും ഒക്കെ ഒരു എളുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഭാഗമൊക്കെ ടൈറ്റായി കഴിഞ്ഞാൽ സിബ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഇടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ആ ലെയറും കൂടി വെച്ചിട്ട് അതും കൂടി കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ വശം ഇപ്പോൾ തുറന്ന വശമില്ലേ, സിബ് വെക്കാൻ തുറന്ന വശം ഒന്ന് ലോക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് നൂലൊന്നും ഇഴിഞ്ഞു പോരത്തില്ല. കാരണം ഈ സിബിൻ്റെ ഇടയിൽ നൂല് കയറിയാൽ പിന്നെ ആ സിബ് സ്റ്റക്കായി പോകും. അപ്പോൾ ആ ഭാഗം ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ നൂല് ഇഴിഞ്ഞു പോരത്തില്ല. പിന്നെ സിബ് വയ്ക്കേണ്ട വിധം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ഡൗട്ടുള്ളവർ നോക്കിയാൽ മതി. അതാണ് ധൃതിക്ക് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോവും. അതേ രീതിയിൽ സിബ് വെച്ചിട്ട് നമ്മളിപ്പോൾ സിബ് വയ്ക്കുന്ന ടൂളൊക്കെ ഉണ്ട് കേട്ടോ, പറഞ്ഞു തന്നിരുന്നു. അതിൻ്റെ പ്രഷർ ഫുട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഇടുക. ആവശ്യം കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സിബ് കഴിഞ്ഞ് ബാക്കി കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഇൻവിസിബിളായിട്ട് സിബ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ചുരുക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അറ്റം വരെ എനിക്ക് അവിടെ ഒന്ന് തുറക്കാനും പറ്റി കേട്ടോ സിബ്. എന്നിട്ട് ഞാൻ ആ ഫ്രണ്ട് പീസിലേക്കും അതുപോലെ ഫസ്റ്റ് ലെയർ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ലെയറും തയ്ച്ച് ഞാൻ ഇതുപോലെ 3 ലെയറും താഴെ ആയിട്ട് കൂട്ടി മേളിലേക്കാണ് അടിച്ചു വെച്ചത്. കണ്ടോ, മറിച്ചല്ല അടിച്ചത്. എനിക്ക് അവിടെ ഒരു ലേസ് പോലെ കിട്ടാൻ വേണ്ടി ആ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊരു നല്ല ഭംഗിയായിരുന്നു. എന്നിട്ട് നമ്മൾ ലൈനിങ് പീസ് അവസാനം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അവസാനം ജോയിൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ടൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ ആ ലെയർ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ലൈനിങ് കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ ഫ്രില്ല് ഭാഗം പോലെ വരുത്തിയേക്കണതുകൊണ്ട് ഞാൻ ആ ലൈനിങ്ങിൻ്റെ പീസ് അകത്തിട്ട് ആ ഫ്രില്ലിൻ്റെ പുറത്തുകൂടി ഒന്ന് അടിക്കുകയാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒത്തിരി കട്ടിയായി പോകും. ഞാനവിടെ മടക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മടക്കിട്ടേക്കണതുകൊണ്ട് സിബ് ഭാഗമൊക്കെ അടിക്കുമ്പോൾ ഒത്തിരി കട്ടിയായി പോകും. അതുകൊണ്ടാണ് ലൈനിങ് ഞാൻ അവസാനം ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിന് ലൈനിങ്ങിൻ്റെ അടിഭാഗവും കൂടി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഉടുപ്പിനെ എങ്ങനെയാണോ ഭംഗിയാക്കുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ ലൈനിങ് ഇട്ട് കൊടുക്കേണ്ട ഉടുപ്പുണ്ട്, ആ രീതിയിൽ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തയ്ച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് കൈ രണ്ടും ചെറിയ പഫിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ 2 കൈയും അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ അരികു വശം കൂട്ടുമ്പോൾ ഉണ്ടല്ലോ ലൈനിങ് സെപ്പറേറ്റ് ഇട്ടാണ് അടിക്കേണ്ടത്. അതായത് ടോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇറക്കി ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് നേരെ മുകളിലേക്ക് അടിപ്പ് കൊടുത്തിട്ട് നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ചെയ്യും. ലൈനിങ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിട്ട് ആ നല്ല തുണി രണ്ടും എടുത്തിട്ട് ആ അറ്റം വരെ നമ്മളിപ്പോൾ അടിച്ച് നിർത്തിയില്ലേ, അതായത് ടോപ്പ് പോർഷൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി താഴത്തേക്ക് സ്കേർട്ടും കൂടി ജോയിൻ ചെയ്ത് ഇട്ടേക്കുന്ന അവിടെ ഒരു 1.5 ഇഞ്ച് താഴേക്ക് ഇറക്കി അടി നിർത്തിയിട്ട് നമ്മളവിടെ അടിച്ചവിടെ കുത്തി നിർത്തിയിട്ട് ലൈനിങ് രണ്ടും മാറ്റിയിട്ടിട്ട് അടിഭാഗത്തുനിന്ന് നമ്മളിപ്പോൾ അടിച്ച് നിർത്തിയത് എവിടെയാണോ അവിടം വരെ നമ്മൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ലൈനിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അടിക്കണം കേട്ടോ. ഉടുപ്പും ഗൗണ് ഇതൊക്കെ അടിക്കുമ്പോഴേക്കും എപ്പോഴും ലൈനിങ് സെപ്പറേറ്റ്. അതുപോലെ സ്കേർട്ടൊക്കെ അടിക്കുമ്പോൾ അംബർല സ്കേർട്ട് ഇതൊക്കെ അടിക്കുമ്പോൾ ലൈനിങ് സെപ്പറേറ്റ് ഇട്ട് തന്നെ ചെയ്യണം. ഒരുമിച്ച് അടിച്ച് വെക്കരുത്. ഒരുമിച്ചിട്ട് അടിക്കുമ്പോഴാണ് ഭംഗിയില്ലാതെ പോകുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ഇട്ട് ലൈനിങ്ങും ഒന്ന് അടിച്ചെടുത്തിട്ട് ഉടുപ്പിൻ്റെ അടിഭാഗവും നമ്മൾ നേരത്തെയൊക്കെ മടക്കില്ല 1.5 ഇഞ്ച് വീതിയിൽ, ആ വീതിയിൽ തന്നെ മടക്കണം കേട്ടോ. അപ്പോഴേ ഭംഗി വരത്തുള്ളൂ കാണാൻ.
മടക്കി അങ്ങനെ ദേ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ട ഉടുപ്പ് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമാണിത്. വെട്ടുന്ന അത്ര പോലും പാടില്ല, വെട്ടാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. എന്നിട്ട് നെക്ക് പോർഷനൊക്കെ നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഉടുപ്പൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഇട്ടിട്ട് നല്ലതായിരുന്നു. നല്ല റെഡ് കളർ ആയതുകൊണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. കണ്ട അപ്പോൾ അവിടെ ഒരു ലേസ് പോലെ വരുന്നുണ്ട, ഞാൻ ആ പുറത്തിട്ട് അടിച്ചേക്കുന്നത് കൊണ്ടിട്ട് ആ റെഡ് തുണി അവിടെ ഒരു ലേസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അതായത് സിബൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും കാണുന്നില്ല. കണ്ടോ, ഇൻവിസിബിളായിട്ട് തന്നെ ഇരിപ്പുണ്ട് സിബിൻ്റെ വശമൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്